എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പ്രസിദ്ധീകരിച്ച ദേഹം അജയ് പി മങ്ങാട്ടിൻ്റെ നോവലാണിത്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അരവിന്ദനും സത്യവേലുവും ചേർന്ന് കൊന്നുകളഞ്ഞ അല്ലെങ്കിൽ അതിന് നിർബന്ധിതരായ നിരപരാധിയായ ഒരു സ്ത്രീയുണ്ട്. അവരുടെ ആത്മാവുമായുള്ള വിചിത്രമായ ബന്ധവും അതുണ്ടാക്കുന്ന വൈകാരിക മുഹൂർത്തവുമാണ് നോവലിൻ്റെ ഇതിവൃത്തം. ലളിതമായ രചനയും വ്യത്യസ്തമായ കഥാരീതിയും അവലംബിച്ചതിനാൽ വായിക്കാൻ സുഖമുള്ള നോവലാണിത്. ഭീകരവിരുദ്ധ സേനയിലെ 4 അംഗ സ്പെഷ്യൽ സ്ക്വാഡിൽ ഒരംഗമായി അരവിന്ദനും വന്നു. അതേ ഗ്രൂപ്പിലുള്ള തമിഴ്നാടുകാരനായ സത്യവേലുവുമായി അയാൾക്ക് നല്ല അടുപ്പമായിരുന്നു. പല സംസ്ഥാനങ്ങളിലായി 8 വർഷത്തോളം ആ സ്ക്വാഡ് പ്രവർത്തിക്കുന്നു. ദൗത്യങ്ങളിലേറെയും വ്യാജ ഏറ്റുമുട്ടലായിരുന്നു. ഉന്മൂലനം മാത്രമായിരുന്നു ലക്ഷ്യം. ഒടുവിൽ ആ സ്ക്വാഡ് പിരിച്ചുവിടുന്നു. ഏറ്റവും സീനിയറായ സത്യവേൽ വിരമിക്കുകയും ചെയ്തു. അതോടെ അരവിന്ദൻ മാനസികമായി തളർന്നു. ഉറക്കം നഷ്ടപ്പെട്ടു. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണർന്നു. അങ്ങനെ സൈക്യാട്രിസ്റ്റിനെ പോയി അദ്ദേഹം കാണുകയും തുടർന്ന് അവധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഒരു തുരുത്തും അവിടെ നിന്നുള്ള ഗന്ധവും അയാളെ വിടാതെ പിന്തുടരാൻ തുടങ്ങി. ഏതാണ് ആ തുരുത്ത്, എന്താണ് ആ ഗന്ധം, അതൊക്കെ അറിയാൻ അന്നൊരിക്കൽ നടന്ന ദൗത്യത്തെക്കുറിച്ച് അറിയണം. ഒരു കാലത്ത് പോലീസിൻ്റെ ആളായിരുന്നു ചാലി. പോലീസിന് വേണ്ടി കൂലിക്കൊലകൾ ചെയ്തവൻ ഒടുവിൽ പോലീസിൻ്റെ ശത്രുവാകുന്നു. അയാളെ പിടികൂടി വെടിവെച്ചു കൊല്ലാൻ ഉത്തരവുണ്ടായി. അരവിന്ദൻ അടങ്ങുന്ന സ്ക്വാഡിനായിരുന്നു ദൗത്യം. പുതിയ അവസരത്തിനായി കാത്തുനിന്നു. ഒടുവിൽ ഒരു ദിവസം വിവരം കിട്ടി. അയൽ സംസ്ഥാനത്ത് നിന്നുള്ള രാത്രി ബസ്സിൽ യാത്ര പുറപ്പെടാൻ പോകുന്നു. അർദ്ധരാത്രിയോടെ ഹൈവേയിൽ നിന്ന് പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡിൽ ബസ് തടഞ്ഞ് പിടികൂടാനായിരുന്നു അവരുടെ പ്ലാൻ. ചാലി എന്തിനാണ് ആ ഗ്രാമത്തിലേക്ക് പോയത്? കുറച്ചു കാലമായി എല്ലാ വർഷവും ചാലി ജല്ലിക്കെട്ട് കാണാൻ ആ ഗ്രാമത്തിൽ തനിച്ചു പോകാറുണ്ട്. അവിടെ എന്തായിരിക്കും അയാൾക്കുള്ള ബന്ധം? അയാൾ കയറിയ ബസ് ദൗത്യസംഘം തടഞ്ഞു. ചാലിയെ പിടികൂടി വിലങ്ങു വയ്ക്കുന്നതിനിടയിൽ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീ ഉറക്കമുണർന്ന് ഒച്ച വെച്ചു. തൻ്റെ ഭർത്താവിനെ പിടിച്ചു കൊണ്ടുപോകാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചുകൊണ്ട് ആ സ്ത്രീ അവരുടെ കൂടെ ബസ്സിൽ നിന്നും ഇറങ്ങി. അവളെ ഒഴിവാക്കാനാവുന്നതും ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നു. ഒടുവിൽ കസ്റ്റഡിയിലെടുക്കാതെ നിവൃത്തിയില്ലെന്നായി. ജമീല ചാലിയുടെ ഭാര്യയാണ്. ആ കാര്യം മാത്രം പോലീസുകാർക്ക് അറിവുള്ളതല്ല. ഒരു തരത്തിലും ചാലിയെ വിട്ടുപോകാത്ത ജമീലയെ എന്തു ചെയ്യണമെന്ന് പല ആലോചനകളും നടന്നു. ഒടുവിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനം വന്നു, അവളെ സ്വകാര്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക. ചാലിയെ പിടികൂടുന്നതിന് സാക്ഷിയായതിനാൽ വിട്ടയക്കാനും സാധ്യമല്ല. ഒടുവിൽ സത്യവേലുവും അരവിന്ദനും ചേർന്ന് അവളെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. പൊതുജനത്തിന് പ്രവേശനമില്ലാത്തൊരു തുരുത്തിലെ കെട്ടിടത്തിൽ അവളെ പാർപ്പിച്ചു. അന്ന് രാത്രി സത്യവേലു അവളെ മൃഗീയമായി ഉപദ്രവിക്കുകയാണ്. പക്ഷെ അവിടെ നടന്നതൊന്നും അന്നേരം അരവിന്ദൻ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം സത്യവേലു അക്കാര്യം അരവിന്ദനോട് പറയുന്നുണ്ട്. ഒടുവിൽ ആ തുരുത്തിൽ വെച്ച് തന്നെ അവളെ കൊന്നുകളയുന്നു. തടാകത്തിന് നടുവിൽ ആ ദ്വീപിലെ ചതുപ്പിൽ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആ രാത്രി അവൾ രഹസ്യ പ്രാർത്ഥനകൾ പോലെ ഉരുവിട്ടവയിൽ ഈ വാക്യമുണ്ടായിരുന്നു: നീ ഒരിക്കൽ എനിക്ക് പിന്നാലെ പോകും, എൻ്റെ നാട്ടിലേക്ക്. അത് തന്നെ സംഭവിക്കുന്നു. അങ്ങനെ ജമീലയുടെ ആത്മാവും പേറി അരവിന്ദൻ്റെ പിന്നീടുള്ള യാത്രയാണ് ഈ ഒരു നോവൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യത്യസ്തമായ കഥയാണെന്നും ഒരു വ്യത്യസ്തമായ രീതിയിലാണിത് പറഞ്ഞു പോകുന്നതെന്നും. വായിക്കാൻ രസമുള്ള, അത്ര കണ്ട് ബുദ്ധിമുട്ടില്ലാതെ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു നോവലാണ്. താല്പര്യമുള്ളവർ വാങ്ങി വായിക്കുക. മറ്റൊരു നോവലുമായി വീണ്ടും കാണാം. നന്ദി.